നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പോണോളിൽ സിൽക്സ്. ഇന്ന് സോഫ്റ്റ് സിൽക്ക് കാഞ്ചീപുരം സാരികളുടെ കളക്ഷൻസ് ആണ്. പ്യുവർ ഹാൻഡ്ലൂമിൽ വന്നിട്ടുള്ള ഡബിൾ വാർപ്പിൽ വന്നിട്ടുള്ള സോഫ്റ്റ് കാഞ്ചീപുരം സാരികളുടെ പ്യുവറായിട്ടുള്ള മെറ്റീരിയലാണ് അത്. ഇപ്പം ഞാൻ ഈ ഉടുത്ത സാരിയുടെ കളറും ഈ ഒരു ടോണും ഡിസൈനും എല്ലാം കൂടെ ചേർന്ന് വന്നിട്ട് ഇതാണ് പ്യുവർ ഡബിൾ വാർപ്പിൽ 2.5 വാർപ്പിൽ വന്നതാണ്. ഇത് ഈ പാറ്റേണിൽ വന്നിട്ടുള്ള സാരികൾ ജെറിയും ത്രെഡും കൂടെ ഒരു 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 പ്രത്യേക ഒരു രീതിയിൽ വൂവൺ ചെയ്തെടുത്ത സോഫ്റ്റ് സിൽക്ക് സാരികളുടെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ സാരി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇപ്പം വരുന്ന എല്ലാ സോഫ്റ്റ് സിൽക്ക് സാരികളുടെ ബ്ലൗസ് പീസും പ്ലെയിൻ ആയിരിക്കും. അപ്പം നമ്മൾ ഇതിനോട് പാറ്റേൺ ഒരു ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ചെറിയ റെയിൻബോ കട്ട് ബീഡ് സെയിം കളർ ടോണിൽ തന്നെ വന്നിട്ട് ഹാൻഡ്ലൂം ഈ ഫ്രെയിമിലിട്ടിട്ട് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തതാണ് ആ ഒരു സെയിം പാറ്റേണിൽ. ഇതിൻ്റെ തന്നെ ബാക്കിൽ വരുന്ന ഈ പോർഷനിലേക്കും നല്ല ഭംഗിയിൽ ഒരു ക്രിയേറ്റീവായിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തെടുത്ത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തന്നെ ചോദിക്കാറുണ്ട്, നമ്മളുടെ ബ്ലൗസിൻ്റെ പാറ്റേണുകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ഇടാമോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇതിങ്ങനെ പറഞ്ഞത്. ഇതിൽ വരുമ്പോൾ ഇതാണ് കാഞ്ചീപുരം സാരികളുടെ ആ ഒരു മുന്താണിയിൽ വന്നിട്ടുള്ള ഡീറ്റെയിലിംഗ്. ഇതിനോട് പാരലായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തെടുക്കുമ്പോഴേക്കും ആ ഒരു സോഫ്റ്റ് സിൽക്ക് സാരികളുടെ തന്നെ ഒരു ലുക്ക് മാറിയിട്ട് ഒരു മേക്ക് ഓവറായി. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. സാരീസ്. ഇതൊരു കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറിലേക്ക് വന്നിട്ട് അതിൽ തന്നെ ഒരു കോപ്പർ ആൻഡ് ത്രെഡ് ആ ഒരു വൂവൺ പാറ്റേൺ ആണ് ബോഡി പാർട്ട് വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ഇതൊരു ബർഗണ്ടി പിങ്ക് കളറിലേക്ക് വന്നിട്ട് പിങ്കിഷ് ബർഗണ്ടി കളറിലേക്ക് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പുതിയൊരു കളർ പാറ്റേൺ വന്നതാണ്. ഒരു ജിയോമെട്രിക്കൽ പാറ്റേണിൽ വന്നിട്ടുള്ള സ്ക്വയർ ബുട്ടീസ്. ഇതാണ് മുന്താണി വരുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സാരിയുടെ ഒരു തിക്നെസ്സും ഉണ്ട് സാരിക്ക്. നമുക്ക് ഉടുത്ത് കഴിയുമ്പോൾ ഓൾ ഓവർ ദ ഡേ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഉടുക്കാൻ പറ്റാവുന്ന ഒരു സാരിയാണ്. നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഗ്രീൻ ആ ഒരു കോമ്പിനേഷൻ ഡബിൾ കളറാണ്. ഇതാണ് പ്ലെയിൻ ബ്ലൗസ് പീസ് വരുന്നത്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 10,500 ആണ്. ഇതൊരു നേവി ബ്ലൂ കളറിലേക്ക് ഇതാണ് ബോഡി വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ഈ സാരിയുടെ ഒരു ക്വാളിറ്റി നമ്മളത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫീൽ ചെയ്യുമ്പോഴാണ് അതിന് മനസ്സിലാവുന്നത്. കാരണം ഇത്തരത്തിലുള്ള കളേഴ്സും എല്ലാം തന്നെ നമുക്ക് ഒരുപാട് മിക്സ് ആയിട്ടുള്ള സാരികളിലും ലഭ്യമാണ്. പക്ഷേ ഈ ഒരു സാരി ഈ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ ഒരു വീവിങ് പാറ്റേൺ തന്നെ ഏറ്റവും ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ പ്രൈസിന് വേരിയേഷൻ വരുന്നത്. ഇതൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലേക്ക് നമ്മുടെ ഒരു മെയിൻ മാസ്റ്റർ വീവറാണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് വൂവൺ ചെയ്ത് തരുന്നത്. ഒരു പാറ്റേൺ കൊടുത്ത് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്ത സാരീസാണ്. നമ്മളിപ്പോൾ ഒരുപാട് സാരികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റോറിൽ തന്നെ പല പല റേഞ്ചിലുള്ള സാരീസ് അവൈലബിൾ ആണ്. പക്ഷേ യുണീക്കായിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ് നമുക്ക് അങ്ങനെ വരുമ്പോഴേക്കും കുറച്ച് റയർ പാറ്റേൺ നമ്മൾ കൊടുത്ത് ചെയ്യുമ്പോൾ, കാരണം ഇപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള മൾട്ടിനാഷണൽ ബ്രാൻഡുകളിൽ ലഭിക്കുന്ന ഒരു കുർത്ത, ഇപ്പം നമ്മളൊരു 550 ഒരു കുർത്ത വാങ്ങിയിട്ട് അത് ഔട്ട്ലെറ്റ് മുഴുവൻ അവരുടെ സ്റ്റോറുകളുടെ ഓരോ ഔട്ട്ലെറ്റുകളിലേക്കും അവൈലബിൾ ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു 10 കുർത്തയെങ്കിലും അതുപോലുള്ള കുർത്തകൾ കാണും.
അപ്പം നമുക്ക് തന്നെ മീൻസ് ആ പ്രൈസ് റേഞ്ച് ചിലപ്പോൾ കുറവായിരിക്കാം. കോമൺ ആയിട്ട് ഓൺലൈനിലൊക്കെ കാണിക്കുന്ന ഒരുപാട് ബ്രാൻഡുകളിൽ പ്രൈസ് റേഞ്ച് കുറവായിരിക്കാം. കോമ്പറ്റേറ്റീവ് മൈൻഡാണ് എല്ലാവർക്കും. അപ്പോൾ ആരാണ് താത്തി കൊടുക്കുന്നതെന്നുള്ളൊരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് ഇപ്പം ബിസിനസ് പോകുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് നമ്മളെപ്പോഴും നോക്കുന്നത്. അതുപോലെ തന്നെ യുണീക്കായിട്ടുള്ള ഡിസൈൻസ് അവതരിപ്പിക്കുക. ഈ സാരീസിലൊക്കെ നമ്മളുടെ ഓരോരോ ക്രിയേറ്റീവായിട്ടുള്ള പാറ്റേൺസ് കൊടുത്ത് മെയിൻ മാസ്റ്റർ വീവേഴ്സിന് അവരുടെ തറകളിലേക്കുള്ള ഡിസൈൻസും കളറുകളും കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്ത വളരെ യുണീക്കായിട്ടുള്ള കളക്ഷൻസാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഏറ്റവും റെയറായിട്ട് നമുക്ക് ഈ ബോട്ടിൽ ഗ്രീനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഇതൊരു രാമ ഗ്രീൻ കളറിലേക്ക് ഈ ഒരു ഗ്രീൻ തന്നെ ഇതിൻ്റെ തന്നെ ഈ ഒരു ബുട്ടിയൊക്കെ ഇപ്രാവശ്യം വന്ന നമ്മളുടെ കളക്ഷനിൽ ഈ ഒരു ഡബിൾ കളറിൽ വന്നിട്ടുള്ള ബുട്ടീസാണ്. ഇതാണ് മുന്താണി വരുന്നത്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് ഈ ഒരു പാറ്റേൺ സ്ട്രൈപ്സ് ആയിട്ട് വന്നിട്ട് ചെറിയ ചെറിയ ബുട്ടിയും ബോഡി പാർട്ട് കണ്ടോ. കോമൺ കാണുന്ന കാഞ്ചീപുരം സാരികളുടെ എല്ലാം പാറ്റേണുകളിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് ഉടുത്തു കഴിയുമ്പോഴാണ് ആ സാരിയുടെ ഒരു ഭംഗി വരണത്. ഓരോ ഡിസൈനിൻ്റെ 1-2 കളറുകളാണ് നമ്മളിപ്പം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇതൊരു ഡാർക്ക് ഒലീവ് ഗ്രീൻ കളറിലേക്ക് ഇതാണ് മുന്താണി വരുന്നത്. ഇതൊരു മൗട്ടോൺ. ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ഇത് വീണ്ടും ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലേക്ക് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു ഗ്രീൻ ടോൺ നമുക്ക് വളരെ റെയറായിട്ട് വരുന്ന ഒരു കളറാണ്. ട്രഡീഷണൽ ഗ്രീൻ. ഇതാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ മുന്താണിയിലൊക്കെ വന്നിട്ടുള്ള ഡിസൈൻ വളരെ ക്ലാസി ആയിട്ടുള്ളൊരു ടോപ്പ് ആൻഡ് ബോട്ടം ഒരു വ്യൂ പാറ്റേൺ. മിഡിലേക്ക് വീണ്ടും ഒരു പോൾക്ക ഡോട്ട് പോലെ ഫ്ലോറൽ ഡിസൈൻ, ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ. ഇത് വീണ്ടും ഗ്രീനിൻ്റെ തന്നെ ഒരു ഏറ്റവും പേസ്റ്റൽ ആയിട്ടുള്ളൊരു ഗ്രീൻ. ബോഡി ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ട്രൈപ്സ് പാറ്റേൺ. ഇതാണ് മുന്താണി വരുന്നത്. ഒരു റോസ് ഗോൾഡ് ജെറിയാണ് ഇതിന് വരുന്നത്. റോസ് ഗോൾഡ് ജെറി പ്ലെയിൻ ബ്ലൗസ് പീസ് വരുന്നു. ഈ സാരിയിലേക്കൊക്കെ ഒരു കട്ട് ബീഡ്, റെയിൻബോ കട്ട് ബീഡ്, ആ ഒരു ഗോൾഡൻ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഗോൾഡൻ കട്ട് ബീഡൊക്കെ ഇട്ടിട്ട് നമുക്ക് ബ്ലൗസ് പീസിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രൈപ്സ് ലൈനിൽ പാറ്റേൺ ചെയ്തെടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ഇതൊരു ലൈലാക്ക് ഷെയ്ഡിലേക്ക് ജെറി വരുന്നത് ഒരു റോസ് ഗോൾഡ് ഒരു കളറാണ്. ഈ ഒരു ബുട്ടി കണ്ടോ, ഇതിലേക്ക് എത്ര ക്രിയേറ്റീവായിട്ടാണ് നമ്മളുടെ വ്യൂവേഴ്സ് വളരെ ഭംഗിയായിട്ട് ആ ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഫ്ലോറൽ ഡിസൈൻസിൻ്റെ ഒരു ബനാറസി ക്രീപ്പർ പാറ്റേൺ ഒക്കെ പോലെ ഇങ്ങനെ ഫ്ലോറൽ അല്ല, ഒരു ജാലി ഡിസൈൻ. ഇതാണ് മുന്താണി വരുന്നത്. വളരെ റിച്ച് ആയിട്ടുള്ളൊരു ബനാറസി വ്യൂ മുന്താണി. വീണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഇതാണ് ബോഡി വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്.
ഇത് കോൺട്രാസ്റ്റായിട്ട് വന്നിട്ടുള്ളൊരു കളറാണ്. ഒരു ഒലിവ് ഗ്രീൻ കളറിലേക്ക് സാരി വരുന്നു. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ആ ബ്ലൗസ് പീസിന് മാച്ച് ചെയ്യുന്ന ജെറീസാണ് നമ്മൾ ബോഡി പാർട്ട് വരുന്നത്. ബ്ലൗസ് പീസ് ജക്കാർഡിൽ വന്നിട്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത്തരത്തിലുള്ള സാരികളുടെ ഒരു എൻക്വയറി നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോയിൽ ഈ സാരി ചെയ്തപ്പം ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ കളക്ഷൻസും നമുക്ക് സോൾഡ് ഔട്ട് ആയിപ്പോയി. ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നമ്മൾ വെക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഒലിവ് ഗ്രീൻ ആൻഡ് റെഡിഷ് മെറൂൺ ആ ഒരു കോമ്പിനേഷൻ വരും. ദെൻ കാഞ്ചീപുരം തന്നെ വന്നിട്ടുള്ളതിലേക്ക് ഒരു ടിഷ്യൂ സിൽക്കാണ് ഇത് വരുന്നത്. നമുക്ക് പേസ്റ്റൽ ടോണിലേക്ക് ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, ബ്രൈഡൽ, ഈവൻ ബ്രൈഡിന് പോലും ഒരു സിൽവർ ടിഷ്യൂവിൽ വന്നിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റാവുന്ന സാരീസാണ്. കാരണം ആ ഒരു പേസ്റ്റൽ കളറിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഒക്കേഷൻസിലേക്ക് ഇത് ഉപയോഗിക്കാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണിത്. ഇതാണ് റിച്ച് മുന്താണി വരുന്നത്. സിൽവർ ജെറിയിൽ തന്നെ ഓൾ ഫ്ലോറൽ ആ ഒരു കോൺസെപ്റ്റിൽ. ഇതാണ് സെയിം ടോൺ തന്നെ വന്നിട്ടുള്ള ടിഷ്യൂവിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ഇതിൻ്റെ തന്നെ ലാവൻഡർ ഷെയ്ഡിലേക്ക് സിൽവർ ആൻഡ് ലാവൻഡർ കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലും ഇതുപോലുള്ള ഒരു സിഗ്നേച്ചർ കളക്ഷൻസ് അത് കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴും കോമൺ ആയിട്ടുള്ള പെണ്ണുങ്ങളല്ലേ, അപ്പോൾ ഇങ്ങനെ സാരികളോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും അവസാനിക്കാത്തൊരാഗ്രഹമാണ് സാരിയിൽ ഉള്ള ഒരു പുതുമ. അപ്പോൾ ഇങ്ങനെ ഈ ഓരോരോ പുതുമകൾ തേടിയുള്ള യാത്രകളിൽ അവസാനം ചെന്നെത്തപ്പെട്ട ഒരു ഇതാണ് ടിഷ്യൂവിൽ വന്നിട്ടുള്ള ഈ ഒരു ലാവൻഡർ പേസ്റ്റൽ ടോണിൽ വന്നിട്ടുള്ള പുതിയ ഡിസൈൻ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ച സാരി. ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട് നമുക്കിപ്പം വന്നൊരു കളക്ഷനാണിത്. അതിൻ്റെ തന്നെ ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് സിൽവർ കോമ്പിനേഷൻ. ഒരു സ്ക്വയർ പാറ്റേണിൽ ആ ഒരു പാറ്റേണിനകത്ത് തന്നെ ഒരു ക്രീപ്പർ, ഒരു ട്രീയുടെ ഒരു ഡിസൈനാണ് വന്നത്. ഈ സാരി നമ്മൾ ഉപയോഗിക്കുമ്പോൾ കമ്പൽസറി ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് തന്നെ മടക്കി വെക്കുക. കാരണം ഇത് സിൽവർ ജെറിയാണ്, സിൽവർ ടിഷ്യൂ ആണ് ഈ സാരി വരുന്നത്. ഇപ്പം ഇതിൻ്റെ വാർപ്പിലോട്ട് വരുന്ന ഫുൾ ഓൾ ഓവർ ഈ സാരി ഈ ഒരു കോമ്പിനേഷനാണ്. ഇത് കണ്ടോ, ഈ ഒരു സിൽവർ ജെറിക്ക് നമ്മളൊന്ന് വെയിൽ കൊള്ളിച്ച് ചൂടാക്കി വെച്ചില്ലെങ്കിൽ ആ സെറ്റാവുന്ന ഇടത്തിലേക്ക് മേ ബി ഒരു ബ്ലാക്ക് മാർക്ക് കയറി വരാം. അതുകൊണ്ട് കമ്പൽസറി നമ്മൾ ഈ സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ആംപാഡ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് വളരെ കെയർ ചെയ്തിട്ട് കോറ തുണിയിൽ തന്നെ മടക്കി സൂക്ഷിച്ച് എടുത്ത് വെക്കുക വെയിൽ കൊള്ളിച്ചിട്ട്. ഒന്ന് സൺലൈറ്റിൽ ഒരു 5 മിനിറ്റ്സ് നല്ലൊരു ഹോട്ട് ആവണം. അതാണ് അതിൻ്റെ ആ സ്വെല്ലിങ് എല്ലാം മാറിയിട്ട് വേണം നമ്മൾ കോറ തുണിയിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഇതൊരു സിൽവർ മെറ്റാലിക് ഷെയ്ഡിലേക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഒരു സിൽവർ ഗ്രേ, ആ ഡിസൈനും വളരെ ക്ലാസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. മുന്താണിയിലേക്കും അതിൻ്റെ തന്നെ ബോഡി പാർട്ടിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ മുന്താണിയിലേക്കും, പിന്നെ ഒരു ബാവഞ്ചി പോലുള്ള ഒരു വ്യൂ പാറ്റേൺ, സെയിം ടോൺ തന്നെ വന്നിട്ടുള്ള ബ്ലൗസ് പീസ് വരുന്നു. ഇതൊരു ഗോൾഡൻ ബിസ്ക്കറ്റ് ഷെയ്ഡിലേക്ക് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 9,950 ആണ്.
ഇത് വീണ്ടും ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക്. ഇതാണ് ബോഡി, സ്ക്വയർ ബുട്ടി. ഇതാണ് മുന്താണി വരുന്നത്. ഇതൊരു ഒണിയൻ കളറിലേക്ക് വന്നിട്ട് ഇതാണ് മുന്താണി വരുന്നത്. വളരെ ഭംഗിയുള്ള സാരീസാണ്. എല്ലാം തന്നെ ഒരു സിൽവർ ടിഷ്യൂ കോമ്പിനേഷൻ വിത്ത് എല്ലാ സാരികളുടെയും ഡിസൈൻസിലാണ് ഓരോരോ ക്രിയേറ്റീവായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സാരീസ് എല്ലാം തന്നെ 2.5 വാർപ്പിൽ വന്നിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള ഹാൻഡ്ലൂം സാരീസാണ്. ഈ ഒരു കാറ്റഗറിയിൽ വന്ന സാരീസ് ഹാൻഡ്ലൂമിൽ തന്നെ ടിഷ്യൂവിൽ വന്നിട്ട്, സിൽവർ ടിഷ്യൂവിൽ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ കാണിച്ച സാരീസ് എല്ലാം തന്നെ ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഇതെല്ലാം സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.